ഹസ്തിനാപുരത്തിന്റെ മഹത്തായ രാജസഭ. നൂറുകണക്കിന് ദീപങ്ങളുടെ വെളിച്ചത്തിൽ സ്വർണസ്തംഭങ്ങൾ മിന്നുന്നു. രാജാക്കന്മാർ, യോദ്ധാക്കൾ, മുനികൾ എല്ലാവരും ശാന്തമായിരിക്കുന്നു. അവരുടെ കണ്ണുകളെല്ലാം ഒരു മേശയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. അത് പാശകളുടെ കളി ആരംഭിക്കുന്ന നിമിഷം. കൗരവരുടെ വഞ്ചകബുദ്ധി ശകുനി. അവന്റെ വിരലുകളിൽ പാശം നൃത്തം ചെയ്യുന്നു. അവൻ ചെറുപുഞ്ചിരിയോടെ പറയുന്നു, ധർമ്മരാജ, ഒരു ചെറിയ കളി മാത്രമല്ലേ ഇത്? ധൈര്യമുണ്ടെങ്കിൽ കളിക്കൂ. എന്റെ മുത്തുകളും രത്നങ്ങളും, ഇവയാണെന്റെ പന്തയം. പാശം ചുരുട്ടി മേശയിൽ അടിച്ചു വീഴുന്ന ശബ്ദം. നിമിഷങ്ങൾക്കകം യുധിഷ്ഠിരൻ തോറ്റു. ഒരൊന്നായി അവൻ നഷ്ടപ്പെടുന്നു. സ്വർണം, ആനകൾ, സൈന്യങ്ങൾ, രാജ്യങ്ങൾ. സഭയിലിരിക്കുന്നവരെല്ലാം ഞെട്ടി. അവിടെ സിംഹാസനത്തിലിരിക്കുന്ന ദുര്യോധനൻ, അവന്റെ മുഖത്ത് ക്രൂരമായ സന്തോഷം. ഇനി എന്തുണ്ട് ധർമ്മരാജ? ദ്രൗപദി. സഭയിൽ ഞെട്ടലിന്റെ ശബ്ദം. പാശം വീണ്ടും ചുരുട്ടി. ശകുനി വീണ്ടും ജയിച്ചു. ദുശ്ശാസന, പോയി ദ്രൗപദിയെ സഭയിലേക്ക് കൊണ്ടുവരിക. സഭയിൽ മൗനം. ഇത് അധർമ്മമാണ്. പക്ഷേ ആരും കേട്ടില്ല. ദുശ്ശാസനൻ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. ദ്രൗപദിയുടെ മുടി പിടിച്ച് അവളെ വലിച്ചിഴച്ചു. അവളുടെ ചുവന്ന പുടവ മർബിൾ നിലത്ത് നീളുന്നു. ദ്രൗപദി ചോദിച്ചു, സഭയിലെ മഹാന്മാരെ, ഒരു ചോദ്യമുണ്ട്. സ്വയം തോറ്റവൻ എന്നെ പന്തയം വെക്കാമോ? സഭയിൽ വീണ്ടും മൗനം. ദുശ്ശാസന, അവളുടെ വസ്ത്രം അഴിച്ചുകളയൂ. സഭ മുഴുവൻ ഞെട്ടി. ദുശ്ശാസനൻ പുടവ പിടിച്ചു. ദ്രൗപദി കണ്ണുകൾ അടച്ചു. കൈകൾ ആകാശത്തേക്ക് ഉയർത്തി. കൃഷ്ണ, ഗോവിന്ദ, എന്നെ രക്ഷിക്കണം. ദീപങ്ങൾ ശക്തമായി കുലുങ്ങി. കാറ്റ് സഭയിൽ വീശി. ദുശ്ശാസനൻ പുടവ വലിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ കൈകൾ വിറച്ചു. ശ്വാസം ഭാരമായി. അവസാനം അവൻ നിലത്തു വീണു, പരാജയപ്പെട്ടു. ഭീമൻ പറഞ്ഞു, ദുശ്ശാസന, നിന്റെ രക്തം കുടിക്കാതെ ഞാൻ ശാന്തനാവില്ല. ആ ദിവസം ഒരു സ്ത്രീയുടെ അപമാനം ഒരു മഹായുദ്ധത്തിന്റെ വിത്തായി. കുരുക്ഷേത്രം ഇനി അനിവാര്യമാണ്.